ഇരിക്കി അടുത്ത് കായ് മാറ്റേ പറയാ ഒരു ടെൻഷൻ എനക്കും ഉണ്ടായില്ല നേരം ആടെ ഇറച്ചി ഉണ്ടായോണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങളെന്റെ പ്രതീക്ഷയെല്ലാം കളഞ്ഞ്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാറ്റു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ടാറ്റു അടിക്കാൻ പോയിട്ടാണ് നമ്മളുള്ളത്. നാട്ടിലെത്തി ഉടനെ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ കുറച്ച് ഡിലേ ആയിപ്പോയി. 3-4 മാസമായി നാട്ടിൽ വന്നിട്ട് സർവീസിലിരിക്കുമ്പോൾ ഇതൊന്നും അതിനോടനെ ചെയ്യാൻ പറ്റൂല എന്നുള്ളത് കൊണ്ട് നാട്ടിൽ വന്നിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ സംഭവമാണ് കേട്ടോ. പിന്നെ എനിക്കാദ്യം ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എനിക്കും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഉള്ളത് പയ്യന്നൂർ ടാറ്റു ഹൗസിലാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനാണ് പോയത് കേട്ടോ. അപ്പോൾ ആദ്യം എൻ്റെ ഊഴായിരുന്നു. അപ്പോൾ ഞാനൊരു ഡിസൈൻ ഇങ്ങനെ ഏകദേശം വീട്ടിൽ നിന്ന് നോക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയിട്ട് പിന്നെ ചില മീനിങ്സിലൊക്കെ ഉള്ള ഇത് വേറെ സെപ്പറേറ്റ് സെലക്ട് ചെയ്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു. പിന്നെ അവിടുന്ന് അവർക്കൊരു ബുക്കുണ്ട്, അതിൽ നിന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ അതാ ഞാനിവിടെ ഇരുന്നു. അപ്പോൾ അവർ ആദ്യം ക്രീമൊക്കെ തേച്ചിട്ട് അവിടെ ഷേവൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ചെയ്യാൻ പോവാണ്, എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ അതിന് ശേഷം അത് ക്ലീനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ടാറ്റു അടിക്കുന്ന ആൾ നമ്മുടെ നാട്ടിലുള്ളതല്ല കേട്ടോ, അതായത് മലയാളി തന്നെയാണ്, പക്ഷെ നമ്മളെ കണ്ണൂരുള്ളതല്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഓണർ കണ്ണൂരുള്ള ആൾക്കാരാണ്. പിന്നെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു അവിടെ സഹായത്തിന് വേണ്ടിയിട്ട്, അയാളും ടാറ്റു അടിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞു കൊടുത്ത ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിനൈൻ എനർജി എന്നാണ് ഇതിനർത്ഥം കേട്ടോ. ഒരു ലോട്ടസ് ഉണ്ടായിരുന്നു, അത് വെച്ചാൽ നമ്മൾ പ്യൂരിറ്റീനെയും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർവ്ഡ് ലൈൻസ് ഉണ്ടായിരുന്നു, അത് നമ്മുടെ ജീവിതത്തിലെ സ്ട്രഗിൾസിനെയൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഒരു മദർഹുഡിൻ്റെത് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഡിസൈൻ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഫൈനൽ ലുക്ക് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അധികം സൂം ചെയ്യാണ്ട് എടുത്തത്. അപ്പോൾ ഇതാ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഏതായാലും ഞാൻ കണ്ണ് അങ്ങോട്ട് നോക്കുന്നേ ഇല്ല, ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നോക്കിയിരിക്കുവാണ്. എന്താണെന്ന് അറിയില്ല. പെയിൻ ഉണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞേ ഇല്ല, പെയിനൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ പെയിനൊക്കെ ഉണ്ട്, സഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഒന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ത്രെഡൊക്കെ ചെയ്യുന്നതുണ്ടാവാം, ത്രെഡ് ചെയ്യുന്ന പെയിനല്ല, അതിനേക്കാളും കുറച്ചുകൂടി ഉണ്ട്. ഒരു മുള്ളൊക്കെ കൊണ്ട് ഇങ്ങനെ കുത്തി 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 എടുക്കുമ്പോൾ എന്താ പെയിൻ ഉണ്ടാവുക അത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്ന ഭാഗത്ത് വെച്ചാൽ സ്കിന്ന് ഇത് മാംസം കുറവായതുകൊണ്ട് തന്നെ ആ താഴെ ഭാഗത്ത് ചെയ്യുമ്പോൾ ഉള്ള പെയിൻ ഉണ്ടായിരുന്നില്ല. മേലോട്ട് കയറി വരുമ്പം താഴെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. ചില കൊട്ടല്ലേ അവിടെ, അപ്പം കണ്ണൊക്കെ അടച്ചിരുന്നു കേട്ടോ. എന്നാലും കണ്ണിന് വെള്ളമൊന്നും വന്നിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളതിൽ അഡ്ജസ്റ്റ് ആവുമല്ലോ. അപ്പോൾ അതാ ചെയ്യുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടേ ഇല്ല, കാരണം നീഡിലൊക്കെ ഇങ്ങനെ കുത്തി തുറക്കുന്ന കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് പേടിയാവും നോക്കുമ്പോൾ. അപ്പം നോക്കാതിരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ നേരെ തിരിഞ്ഞങ്ങോട്ട് ഇരിക്കുവാണ്. അപ്പം സംഭവം അടിപൊളി കേട്ടോ. അപ്പോൾ ഞാനും അങ്ങനെ ഒരു ടാറ്റു കൈൻ്റെ ഓണറാവാൻ പോവുകയാണ്. അപ്പോൾ ഇതാ ഏകദേശം കഴിഞ്ഞ് വാഷൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ ടാറ്റു അടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറാണ് എടുത്തത്, 30 മിനിറ്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു സമാധാനമായത് കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് ചെറിയൊരു നീറ്റലുണ്ട്, നമ്മൾ ചെയ്തതല്ലേ ഉള്ളൂ. അപ്പോൾ അത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടാറ്റുവിൻ്റെ ഫൈനൽ ലുക്ക് എന്താണെന്ന് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ടാറ്റു. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ടാറ്റു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സക്സസ്ഫുള്ളി ഒരു ടാറ്റു ഓണറായിട്ട് ഇതാ ഇവിടുന്ന് എണീക്കുവാണ്. അപ്പോൾ ഇപ്പോൾ ടാറ്റു അടിച്ചത് പയ്യന്നൂർ ടാറ്റു ഹൗസ് എന്നാണ് കേട്ടോ. അങ്ങനെ നല്ല തുടച്ച് കുട്ടപ്പനാക്കി തരുന്നുണ്ട്. ഇപ്പോൾ പെയിനൊന്നുമില്ലേ, ചെറിയൊരു നീറ്റൽ മാത്രമേ ഉള്ളത്. വെള്ളം തൊടുന്നതുകൊണ്ടായിരിക്കും, വെള്ളവും ക്രീമൊക്കെ തൊടുന്നതുകൊണ്ട്. അങ്ങനെ ഏതായാലും ഞാനിതാ ഇവിടുന്ന് എണീച്ചിട്ട് രണ്ടാമത് ദിനുവേട്ടനെ അങ്ങ് വീഡിയോ എടുക്കാൻ വേണ്ടി റെഡി ആവുകയാണ്. ദിനുവേട്ടൻ ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നിന്നതാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കൂടി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. കാരണം ചെയ്യുന്ന ഡിസൈൻ എന്ന് വെച്ചാൽ കുറച്ച് താഴെ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇപ്പോൾ ഞാനേതായാലും ചെയ്യുന്നത് കണ്ടപ്പോൾ പിന്നെ ഇപ്പോൾ തന്നെ തൽക്കാലം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിതാ കണ്ണാടിയിലൊക്കെ നോക്കി സെറ്റായി. അപ്പോൾ അത് അടുത്തത് ദിനുവേട്ടൻ്റെ ഡിസൈൻ ഉണ്ടാക്കുവാണ്. അവിടെ സ്റ്റുഡിയോ തന്നെ ഒരുപാട് ഡിസൈൻ ഉണ്ട് കേട്ടോ. ചുമരിലൊക്കെ മുന്നേ ചെയ്തവർ വെച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫാദർ അല്ലെങ്കിൽ ഒരു ഡാഡിന് വേണ്ടിയിട്ടുള്ള
ഡിസൈനാണ് ഇതിനോട് സെലക്ട് ചെയ്ത് കൊടുത്തത്. അപ്പം അവരുടെ അടുത്ത് ഓൾറെഡി ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ 2 കുഞ്ഞു കാലുകളാണ് ഉണ്ടായത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഒരു ബേബി ഗേളിനെ വെക്കണം എന്ന് പറഞ്ഞപ്പം അങ്ങനെ അവർ ഡിസൈൻ ചേഞ്ച് ചെയ്തിട്ട് ഉണ്ടാക്കി തരുവാണ്. അപ്പോൾ ഏതായാലും ദിനുവാട്ടൻ്റെ കയ്യിൻ്റെ ഡിസൈൻ അവർ റെഡിയാക്കുന്ന സമയത്ത് ഞാനൊന്ന് സ്റ്റുഡിയോ മൊത്തം നടന്നു കേട്ടോ. സ്റ്റുഡിയോൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നുമില്ല, ഇത് പയ്യന്നൂർ കോഫി ഹൗസിൻ്റെ മുകളിലായിട്ടാണ് വരിക ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം മുന്നിൽ അവരെ കൗണ്ടർ ഉണ്ട്, പിന്നെ ഉള്ളിലൊരു നമ്മുടെ കൂടെ വന്ന ബസ് സ്റ്റാൻഡറിൽ ഇരിക്കാൻ വേണ്ടി ഒരു സോഫയുണ്ട്, പിന്നെ ഉള്ളിലെ സ്റ്റുഡിയോ ആണ്, ടാറ്റു സ്റ്റുഡിയോ ആണ്. അവരെ കമ്പ്യൂട്ടറൊക്കെ ഇതിൻ്റെ ഡിസൈൻ സെലക്ട് ചെയ്യാൻ. പിന്നെ ഒരു 3 പേർക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പാണ്. മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിനോട് ഈ കൈയിൻ്റെ മുകൾ ഭാഗത്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അടയാളൊക്കെ വെച്ചു. പിന്നെ ഡിസൈൻ അവിടെ എനിക്ക് ചെയ്തതുപോലെ തന്നെ അവിടെ പറയാൻ ഒരു ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു നേരം. ഇത് ചെയ്യാൻ പറഞ്ഞു, വാക്സ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടക്കാൻ കഴിയില്ല. 1-2 പ്രാവശ്യം ഞാൻ പ്രശ്നമാണ് കിട്ടുന്നുണ്ട്. അത് ആടെ ഇറച്ചി ഉണ്ടായതുകൊണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങളെൻ്റെ പ്രതീക്ഷയിലും കളഞ്ഞ്. ഡയലോഗിനൊന്നും ആർക്കും അവിടെ ഒരു കുറവുമില്ല. മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും അറിയിക്കാതെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഉണ്ടെങ്കിൽ തന്നെ പുറത്ത് കാണിക്കൂലല്ലോ. അങ്ങനെ കുറേ സമയം ഞാൻ ഇവിടെ തന്നെ നോക്കി നിന്നു ഡിസൈനൊക്കെ ചെയ്യുന്നത്. കാരണം ഞാൻ എൻ്റെത് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് നോക്കിയിട്ടേ ഇല്ല പേടിച്ചിട്ട്. പക്ഷെ ദിനുവേട്ടൻ ധൈര്യത്തോടെ അവിടെ നോക്കിയിരിക്കുന്നുണ്ട്. എനിക്ക് അവിടെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ വേദന ഉള്ളതിലും കൂടുതലായിട്ട് തോന്നും സൂചിയൊക്കെ കൊണ്ട് ഇങ്ങനെ കുത്തുമ്പോൾ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് വേറൊരു 2 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ടാറ്റു അടിക്കാൻ വേണ്ടി. അവർ വന്ന സമയത്ത് ഞാൻ ഒന്ന് സെൽഫി എടുത്തു. സെൽഫിയും വീഡിയോസൊക്കെ എടുത്തു, ക്യാമറ നേരെ തിരിച്ച് പിടിച്ചിട്ട്. അപ്പോൾ ഇത് എൻ്റെ എടുത്തതിനേക്കാൾ ഒരു ഇത്തിരിയും കൂടി അധികം സമയം എടുത്തു എന്ന് തോന്നുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിലൊക്കെ ആൾ വന്ന് അങ്ങനെ കുറച്ച് ഡിലേ ആയതാണ്. ഇതിപ്പോൾ നമ്മൾ പോയതൊരു ഉച്ച സമയത്താണ്, ഒരു 12:30 ആകുമ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങിയത് ഒരു 1 മണിയൊക്കെ ആയിനി. അപ്പോൾ നമ്മളെല്ലാം കൂടി ചെയ്ത് അവസാനം വീട്ടിലെത്തുമ്പോഴേക്ക് 4:30 ആയി. അങ്ങനെ നമ്മുടെ എന്താ പറയുക ഫാദർ ടാറ്റു ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുവാണ്. വലിയ പെയിനൊന്നുമില്ല എന്ന് തന്നെയാണ് ഇതിനോട്ടും പറഞ്ഞത്. ഇപ്പോൾ കാലൊക്കെ ഇങ്ങനെ ഒരു കോൺസെൻട്രേഷൻ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വലിഞ്ഞൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ അതാണ് ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ടാറ്റു അടിക്കുന്ന ആൾ നമ്മുടെ നാട്ടിലുള്ള ആൾ തന്നെയാണ്. അപ്പം അടിപൊളിയാണ് കേട്ടോ, എല്ലാവരും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ ടാറ്റും കഴിഞ്ഞു. അങ്ങനെ ആ ഫൈനൽ ലുക്ക് നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇതിൻ്റെയും ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരുപാട് ആൾ നല്ല അടിപൊളി കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല റിവ്യൂ ആണ് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മുടെ ഇതാണ് ലുക്ക് കിട്ടുക. പിന്നെ നിങ്ങളാരും പോകരുത്. ഞങ്ങളെ വീട്ടിലെത്തിക്കഴിഞ്ഞ് മൂക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ ഞാൻ മാത്രമാണ് ടാറ്റു ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പം അച്ഛൻ ചെയ്യുമെന്നും അറിയില്ലായിരുന്നു. പിന്നെ എന്ത് ഡിസൈനാണെന്ന് അറിയില്ല. അപ്പോൾ അവളിത് കണ്ടിട്ട് അവളുടെ റിയാക്ഷൻ നമുക്ക് അവസാനം കാണാം. സ്കൂൾ വിട്ട് വന്നാലേ കാണുമല്ലോ, സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവൾ വീട്ടിലെത്തിയിട്ട് നമുക്കിത് എന്താണ് അവളുടെ എക്സ്പ്രഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് വന്ന ഉടനെ എന്നോട് ചോദിച്ചു കേട്ടോ എൻ്റെ ടാറ്റു അതാണ് ഈ കാണുന്നത്. അച്ഛൻ അടിച്ചിന് വെച്ചേ അച്ഛനടിച്ചത് ആടെ നിക്ക്, നീയാണ് എന്റെ പുറകെ കിടക്കുന്നത്. അതാരാ? അവിടെ ഇരിക്കേ അടുത്ത്. കായ് മാറ്റേ. അതാരാന്ന്? അതാരാന്നപ്പക്ക്? അതാരാ? ആ ബർത്ത്ഡേ ദിവസം ആരോ ബലൂണും കൊണ്ട് വന്നു അതിൽ എഴുതിയതിനർത്ഥം. അന്ന് ഫ്ലവറും കൊണ്ട്.
വേഗം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കും കൂടി വേണം. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.